ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സാധാരണയിൽ വിട്ടിട്ട് പാത്രം കഴുകണത് അല്ലെങ്കിൽ ചായ വെക്കുന്നതൊന്നും ഞാൻ കാണിക്കണമെന്നില്ല കേട്ടോ. എന്നും ഒരേപോലെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും കേട്ടോ. എനിക്കും ഷൂട്ട് ചെയ്ത് ബോറടിച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒന്നൊന്ന് വെറൈറ്റി ആയിട്ട് അതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ബാക്കി നമ്മുടെ അടുക്കള തന്നെയാണ് കാണിച്ചേക്കണത്. നമ്മുടെ ഈ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ വഴുതനങ്ങ ഉണ്ടായിരുന്നു. 3-4 വഴുതനങ്ങ ഉണ്ടായിരുന്നുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ കഴിക്കില്ല, വെറുതെ വാട്ടിയാലും അങ്ങനെ കഴിക്കില്ല. ഒരു വഴുവഴുപ്പൊക്കെ അല്ലേ, അത് കാരണം അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിലിരുന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ഡിഷ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മസാലക്കറി, ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇട്ടിട്ടുള്ളൊരു മസാലക്കറിയാണ് കണ്ടത്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്നൊന്ന് വഴണ്ടി കഴിയുമ്പോൾ അതിലേക്ക് സബോള ഇടുക, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. പിന്നെ ഒരുവിധം ഈ സബോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് നേരത്തെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബോള നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ എന്തിട്ട് അതിലേക്കിട്ട് മഞ്ഞൾപ്പൊടി ഇടുക, നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുവിധമൊക്കെ വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോളയല്ലല്ലോ തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക. തക്കാളിയും സബോളയും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴലില്ല. ആ ഒരു പുളിപ്പ് രസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബോള ഇത്തിരി ഹാർഡാവും. അപ്പോൾ പതുക്കേനെയാണ് തക്കാളി ഒന്ന് റെഡി ആയിട്ട് വരുള്ളൂ. അതുവരെ ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് മാത്രം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാൻ, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് വേവിട്ടിട്ട് നമുക്ക് എന്നിട്ട് സാമ്പാറിനൊരു പണി നോക്കണം. സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാത്ത കാരണം വറുത്തരച്ച് സാമ്പാർ വയ്ക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വറുത്തരച്ച് സാമ്പാർ വയ്ക്കണത്. യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും പറഞ്ഞു തന്നു എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പൊരു വേവായി കഴിഞ്ഞിട്ടാണ് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇടാറ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് എല്ലാതും ഒരുമിച്ചിട്ടിട്ടു. അപ്പോൾ എല്ലാം വെന്തുടഞ്ഞതിൻ്റെ ഉള്ളിൽ പൊക്കോളും. പിന്നെ വെന്തുടഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ വെന്തുടഞ്ഞു. പിന്നെ നമ്മുടെ വഴുതനങ്ങയൊക്കെ അങ്ങനെ പോയി പരിപ്പിൻ്റെ ഉള്ളിൽ പരിപ്പ് എന്തിട്ടാണ് അങ്ങനെയൊന്നും അറിയാണ്ട് പോയിട്ട് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞിട്ടിട്ട് സാമ്പാറിക്കുള്ള സാധനങ്ങളൊക്കെ വേവിക്കാറുണ്ട്. തുടക്കം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുമാതിരി അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും. അബദ്ധങ്ങൾ പറ്റാത്തതായിട്ട് കുറേ പേരൊന്നും ഉണ്ടാവില്ല, കുറച്ച് പേരുണ്ടാവുള്ളൂ. അത് ഭയങ്കര എക്സ്പേർട്ടുകളായിരിക്കും കേട്ടോ. അപ്പം നമ്മളെന്തായാലും കുക്കിംഗ് എക്സ്പേർട്ട് അല്ലാത്ത കാരണം കുറച്ച് അബദ്ധങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറ്റും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയായിക്കോളൂ അല്ലേ. പിന്നെ നമ്മളങ്ങനെ കുറ്റം പറയാനില്ലാത്ത കാരണം തന്നെ കുഴപ്പമില്ല. അമ്മയും ചേട്ടനായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കഴിച്ചോളും, വലിയ കുഴപ്പമില്ല. പിന്നെ പരിപ്പിൻ്റെ കൂടെ ഞാനൊരു കഷ്ണം കായം ഇട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ആകുമ്പോൾ കായം പൊടി എന്നാലും ഇടാറുണ്ട്, അതല്ലെങ്കിൽ കായം പരിപ്പിൻ്റെ കൂട്ടിയിട്ട് വേവിക്കാറുണ്ട്. ഇതിലപ്പോൾ ഞാൻ കായ ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടി ഇല്ലാത്ത കാരണം ഇത്തിരി കൂടുതൽ കായ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്കറ് ചൂടാക്കി വേവിക്കണം. കുക്കർ അങ്ങനെ ഗ്യാസ് സ്റ്റോമിക്ക് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരുവിധമായിട്ടുണ്ട്, വേവായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം വെന്തോന്ന്. ഒരു വിധം വെന്തിട്ടൊക്കെ ഉണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിക്കൊള്ളൂ കേട്ടോ. ചിലപ്പോൾ ഈ പാനൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ സാധനമൊക്കെ ഇളകിയൊക്കെ പോയി. അപ്പോൾ അതിന് അടി പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതൊന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ഒന്നും കൂടി വേവിക്കുക. അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിക്കണം. ഉരുളക്കിഴങ്ങൊക്കെ ഇത് നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി പിടിച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞു വെച്ചത് ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞത് കേട്ടോ. വഴുതനങ്ങ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വഴുതനങ്ങ വാടാനായിട്ട് കുറച്ച് സമയം പോരെ. അപ്പോൾ അതിനുള്ള സമയം ഇത്തിരി കൂടി വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കേട്ടോ, ഒന്ന് വേവണ്ടേ. എന്നിട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടിയും കൂടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക, ആടി യോജിപ്പിക്കുക. പിന്നെ അതേ നമ്മുടെ കറി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള മസാലക്കറി സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഇറച്ചിക്കറിയൊക്കെ ഇടൊക്കെ പോലെ തന്നെയാണ് മണം ഗരം മസാലയൊക്കെ ഇടുമ്പോൾ. അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്ക് ഇഷ്ടമായിട്ട്, എനിക്ക് ഉരുളക്കിഴങ്ങ് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. വഴുതനങ്ങ ഇട്ടപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വറുത്താലൊക്കെ ഞാൻ കഴിക്കാറുണ്ട്.
അപ്പോൾ ചേട്ടൻ വറുത്തൊന്നും കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയതാണ്. ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വെച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആൾക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ വഴുതനങ്ങയൊക്കെ ഇടയ്ക്ക് നമുക്ക് കിട്ടണതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റി പോലെ ഒന്ന് വെച്ച് നോക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഒരു ദിവസം വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് അഭിപ്രായം പറഞ്ഞോളൂ. പിന്നെ വഴുതനങ്ങയൊക്കെ തിന്നണം, നല്ലതാണ്. ഉരുളക്കിഴങ്ങ് കുട്ടികൾക്ക് നല്ലതാണ്. ഇങ്ങനത്തെ എരിവൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും കഴിച്ചോളും. പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഇതിലേക്കുള്ള ഒരു അഭിപ്രായം, ഈ കറി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം കമൻ്റായിട്ടൊന്ന് അറിയിച്ചോളൂ. ഇനി നമ്മുടെ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. സാമ്പാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച സാമ്പാറാണല്ലോ, നാടൻ സാമ്പാറാണ്, പഴയ രീതിയിലുള്ള സാമ്പാറാണ്. അപ്പോൾ പിന്നെ എനിക്കറിയൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഉലുവയുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഉലുവിട്ട് കഴിഞ്ഞിട്ട് 2-3 ഉള്ളി, ചെറിയ ഉള്ളി ഇട്ടുണ്ട്. പിന്നെ നാളികേരം, നമ്മുടെ വേപ്പിലിടാൻ, നാളികേരം വേപ്പില ഒരുമിച്ചിടാൻ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് പാകം അറിയാം. നമ്മുടെ വേപ്പില എന്താ പറയുക, മുരിഞ്ഞ് വരുന്ന പാകമാണ് നമ്മുടെ നാളികേരത്തിൻ്റെ പാകട്ടെ. അപ്പോൾ പിന്നെ അതൊക്കെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വറക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് ഇറക്കാൻ നേരത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടണതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കായം പൊരിച്ചെടുക്കാം കേട്ടോ. പൊരിച്ചെടുത്ത് മാറ്റിയിട്ട് വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഇരുന്ന് വറക്കാം. ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നാളികേരം വറക്കണതിനാണ് കേട്ടോ. നാളികേരം വറക്കണതിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ നാളികേരം വറുത്തപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാളികേരം വറുത്തരച്ച് വെക്കണ കറി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇത്തിരി പേടിയുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത്തിരി വറവ് കുറവായിരുന്നു നാളികേരത്തിൻ്റെ. ഇത്തിരി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മൂപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറിന് കളറിലേക്കും അങ്ങനെ ഒരു മൂപ്പ് വ്യത്യാസം, നമുക്കൊരു കളർ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ചെറിയ തീയിലിട്ടിട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ചെറിയ തീയിൽ തന്നെയാണ് ഒന്ന് വറക്കേണ്ടത് കേട്ടോ. വലിയ തീയിലിട്ട് ഭയങ്കര എക്സ്പേർട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ തീയിലിട്ടൊക്കെ വറക്കാം. ചെറിയ തീയിലിട്ട് വറക്കണതാണ് നല്ലത്. തുടക്കക്കാർക്കൊക്കെ ചെറിയ തീയിലിട്ട് വറക്കണതാണ് നല്ലത്. പിന്നെ നമ്മുടെ നാളികേരം നന്നായിട്ട് വറുത്ത് കിട്ടാനും ചെറിയ തീ തന്നെയാണ് നല്ലത്. പെട്ടെന്ന് കരിഞ്ഞു പോണേക്കാട്ടി നല്ലതല്ല ഇത്തിരി ക്ഷമയോട് കൂട്ടിയിട്ട് ഇളക്കി നിൽക്കണത്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് വറുത്തുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടട്ടെ. നമ്മുടെ എരിവൊക്കെ ആവശ്യം, എനിക്ക് അങ്ങനെ ടീസ്പൂൺ കണക്കൊന്നും പറയാൻ അറിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു എരിവിൻ്റെ അനുസരിച്ചാണ് ഇടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. പെട്ടെന്ന് തന്നെ അത് മാറ്റിക്കോളാം, അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് അത് കരിഞ്ഞു പോവും. അത് എന്നിട്ട് ഞാൻ ചൂടാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അതിലേക്ക് തക്കാളിയും വെണ്ടക്കായും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചു. അത് വിസിലടിക്കാൻ നിന്നില്ല. വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടക്കായൊക്കെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഞാനത് വിസിലടിക്കാനൊന്നും നിന്നില്ല. അതൊക്കെ ഒന്ന് ഇളക്കി അവിടെ കുക്കർ കുറച്ച് നേരം അടച്ചു വെച്ചു. അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ അരപ്പ് അരയ്ക്കാനായിട്ട് പോയത്. അരപ്പ് അരച്ച് വന്നപ്പോഴേക്കും തക്കാളിയും വെണ്ടക്കായൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഒഴിക്കണത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ കഴുകി ഒഴിക്കണത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം, അല്ലെങ്കിൽ നമുക്കൊരു തേങ്ങയൊക്കെ സുഖം ഉണ്ടാവില്ലേക്ക് എടുക്കണം കാണാനായിട്ട്. അപ്പോൾ സാമ്പാറാകുമ്പോൾ അങ്ങനെ ഒന്നും തടയണമൊന്നും വേണ്ടല്ലോ. പിന്നെ അത് നല്ല കട്ടിയുള്ള സാമ്പാറായിട്ടോ. കുറേ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ആയി നല്ല കട്ടിയുള്ള സാമ്പാർ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയും ബോറായില്ല. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാമ്പാർ വയ്ക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ നോക്കിക്കോളൂ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റൂ കേട്ടോ. സാമ്പാറൊക്കെ റെഡിയായി. പിന്നെ കുഞ്ഞുമോൾ അവിടെ നിന്ന് ലഹള കാണിക്കുന്നുണ്ട്. അവരെ കാര്യം പറഞ്ഞിട്ട് ചെറുതായിട്ട് അവൾക്കൊരു മേക്കാച്ചിലുണ്ട്, ചെറുതായിട്ടൊരു പനി പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അത് കാരണം ഭയങ്കര വാശിയായിരുന്നു അവൾക്ക്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇറക്കി വെച്ചപ്പോഴേക്കും ഉച്ചയായി സമയം. ഉച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും മോളും കൂടി ഒന്ന് പുറത്തേക്ക് പോയതേട്ടാ. പുറത്തേക്ക് കുഞ്ഞുമോൾ ആ പടി വരെ പോവുള്ളൂ. ആൾ പുറത്തേക്ക് പോയിട്ട് ഇറച്ചി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഉച്ചയായിട്ടാ. അപ്പോഴേക്കും നമ്മുടെ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇറച്ചിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ കുഞ്ഞുമോളുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. ഇത് ഭയങ്കര വാശിയായ കാരണം ഒന്നിനും അവൾക്ക് ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കളിക്കാനൊന്നിനും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് പോകണം, അമ്മയുടെ കൂടെ അംഗനവാടിക്ക് പോകണം എന്നൊക്കെയാണ് അവളുടെ വാശിയായിരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അവൾക്ക് ഇത്തിരി മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നുറുക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നുറുക്കലിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറച്ചി നുറുക്കലൊക്കെ കഴിഞ്ഞ് ഇറച്ചി കഴുകാനായിട്ട് എന്നെക്കാട്ടി മുമ്പ് നമ്മുടെ കോഴിമണികളാട്ടാ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അത് താഴ്ത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ അത് മുഴുവനും കൊത്തി തിന്നിട്ട് പോയിട്ടുണ്ടാവുക. പിന്നെ താഴ്ത്ത് വയ്ക്കാൻ നിന്നില്ല, കയ്യിൽ വെച്ചിട്ട് തന്നെ വേഗം കഴുകി ഒന്ന് വെടുപ്പാക്കി 3-4 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് അലമ്പി കഴുകിയിട്ട് അലമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ പിച്ചി പൊളിച്ചൊക്കെ കഴുകി
പിന്നെ കുഞ്ഞു കോഴികൾ അതിൻ്റെ ഉള്ളിൽ പോണ എല്ലാ സാധനങ്ങളും പറക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി നെയ്ഡിയ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പറക്കി തിന്നുന്നുണ്ട്. പിന്നെ 3-4 പ്രാവശ്യം അങ്ങനെ കഴുകി നമുക്ക് ഇറച്ചി വെടുപ്പായിട്ട് കഴുകിയെടുക്കാം. ഇറച്ചിയൊക്കെ കഴുകി കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ എല്ലാ വക സാധനങ്ങളും അതിൽ ഇട്ടിട്ടാണ് കേട്ടോ ബീഫ് കൂട്ടാൻ വെച്ചത്. അതിലിട്ടത് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, പച്ചമുളക്, സബോള, വേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് നന്നായിട്ട് തിരുമ്പിയിട്ടാണ് അടപ്പത്തേക്ക് വെച്ചത്. അപ്പോൾ നമ്മുടെ ബീഫിൽ എല്ലാ മസാലകളും എല്ലാ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട്, ഞാൻ മസാലപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാതും കൂട്ടി പച്ച വെളിച്ചെണ്ണ എല്ലാം കൂട്ടി നന്നായിട്ട് തിരുമ്പി എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് അടച്ച് നമുക്ക് നമ്മുടെ വേവിച്ചെടുക്കണം നമ്മുടെ ബീഫ്. സൂപ്പറാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുള്ള റെസിപ്പി മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ. വേറെ പ്രശ്നമായിട്ടുള്ള റെസിപ്പി ഒന്നും പറഞ്ഞിട്ടില്ല, വെച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ കറികളൊക്കെ സൂപ്പറായിരുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് വെന്ത് കാച്ചാനുള്ളൊരു സാവകാശമൊന്നും എനിക്ക് എൻ്റെ വയറ് തന്നില്ല. അപ്പോഴേക്കും വയറിൻ്റെ വിശപ്പിൻ്റെ വിളി വന്നു. അപ്പം ഞാൻ എന്തായാലും സാമ്പാറും നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ടാനും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചോറുണ്ടു. അപ്പോഴേക്കും 1 മണി 1:30 കഴിഞ്ഞിട്ടാണ് ചോറുണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ബീഫ് ദേ വെന്തുണ്ട്. നമുക്കിനി കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മയാണ് കായ അരിഞ്ഞ് തന്നത്. അപ്പോൾ കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീഫ് വേവായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കായ അതിലേക്ക് ഇടാം. അത്യാവശ്യം നെയ്യൊക്കെയുള്ള ബീഫായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കായ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ അമ്മയ്ക്ക് ഇങ്ങനെ വെക്കണതല്ല കേട്ടോ താല്പര്യം. കൂടുതൽ ആൾക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് കാച്ചണതാണ് ആൾക്ക് താല്പര്യം. അപ്പോൾ ഇങ്ങനെയൊന്ന് വെറൈറ്റി ആയിട്ട് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. അല്ലെങ്കിൽ അങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇതും കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ആൾക്കും ഇഷ്ടമായിട്ട് അതിങ്ങനെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട കാച്ചാനായിട്ട് വേണ്ട വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഉള്ളിയും ചതച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫും കായും കൂടിയിട്ട് ഇതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് കറിയുടെ കാച്ചൽ. ബാക്കി എല്ലാതും ഇട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി ലാസ്റ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ മസാലപ്പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക.
അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബീഫ് കറി കാച്ചൽ സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതിവിടെ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു ബീഫ് കറിയുടെ ടേസ്റ്റാണ് കേട്ടോ. ആളും അങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ചേട്ടൻ അവിടെ കിടന്ന് കയറ് പൊടിച്ചു തുടങ്ങിയിട്ട് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ബീഫിൻ്റെ മണം വരുമ്പോൾ ആൾക്ക് ഇത്തിരി വിശപ്പ് കൂടും. അപ്പോൾ എന്തായാലും ഒന്ന് കാച്ചിട്ട് തരാം, സാമ്പാർ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് സാമ്പാറും ഉപ്പേരിയൊക്കെ കൂടി കൊടുത്തേച്ചുണ്ട്. എന്നാലും നമ്മുടെ ബീഫ് കറി വേവുമ്പോൾ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഇത്തിരി ഒക്കെ കഴിച്ച് നോക്കണം, ചൂടോട് കൂടി കഴിക്കണം എന്നല്ലേ അതിൻ്റെ ടേസ്റ്റ്. എനിക്കങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണമെന്ന്, ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കണമെന്നൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കും, അല്ലാണ്ട് ബീഫ് കറി മാത്രമായിട്ട് കഴിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചേട്ടന് അങ്ങനെ ഇഷ്ടമാണ്, ബീഫ് കറി എങ്ങനെ വെച്ചാൽ ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ ചേട്ടന് കുറച്ച് ബീഫ് കറി കൊണ്ടു കൊടുത്തു. അപ്പോൾ ആൾ കഴിക്കണപ്പോൾ എനിക്കും ചെറിയൊരു കൊതി വന്നു കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ചോറൊക്കെ എടുത്ത് ഞാനും കുറച്ച് ബീഫ് കറിയൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് ഒരു കുളിയും പാസ്സാക്കി കഴിഞ്ഞിട്ട് കുഞ്ഞുമോൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകണം. ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, ചെറിയ വാശിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മരുന്ന് വാങ്ങിക്കാൻ പോയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മെഡിക്കൽ ഷോപ്പൊക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്ക് എത്ര വൈകിയാണെങ്കിലും നമുക്ക് എന്താവശ്യം വന്നാലും അവിടെ പോയി വാങ്ങിക്കാവുന്നതുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തനിച്ച് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ മോൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ എന്തായാലും ആളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അവളപ്പോൾ ഒന്നും കൂടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഒന്ന് പനിയൊക്കെ വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വൈകുന്നേരത്തെ ജോലി തുടങ്ങാനാണ് പോണത്. മുറ്റടിയോട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യല്ലേ. കാലത്ത് മുറ്റടിയൊന്നും കാണിച്ചില്ല, അപ്പോൾ വൈകുന്നേരം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മുറ്റൊക്കെ അടിച്ച് പിന്നെ ചെറിയ കുളിയൊക്കെ കുളിച്ച് അമ്മയും മോളൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചോട്ടെ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ ക്ഷീണമൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്ക് ജോലി ചെയ്യാനുള്ളൊരു ഇതൊക്കെ വന്നിട്ട് ജോലി ചെയ്യേണ്ടത് തന്നെയല്ല, ഇത്തിരി പ്രഷറിൻ്റെ ഒരു വേരിയേഷനുള്ള കാരണം ആളങ്ങനെ എടുക്കൊന്നുമില്ല. എന്നാലും കുറച്ച് ദിവസം റെസ്റ്റൊക്കെ ചെയ്ത് ആൾ അത്യാവശ്യത്തിന് പണിയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറ് വൈകുന്നേരത്തിനുള്ള ചോറ് തിളച്ചിരിക്കുന്നുണ്ട്. പിന്നെ വെയിൽ കണ്ട കാരണം കുറേ തുണികൾ ഉണക്കിയെടുത്തു. അപ്പോൾ പിന്നെ ആ തുണികൾ കുറേ മടക്കാനുണ്ട്. കുഞ്ഞുമോളുടെയാണ് കേട്ടോ കൂടുതലും. അവൾ വെള്ളത്തിൽ കളിച്ച് മാറണതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചെളി പിളിയൊക്കെ ആക്കിയിട്ട് വരും. അപ്പോൾ പിന്നെ ഈ കോട്ടൊക്കെ കാണുമ്പോൾ അവൾക്ക് അപ്പം എടുത്ത് ഇടണം കേട്ടോ. അലമാരിൽ കണ്ടാലും അവൾ വാങ്ങിച്ച് ഇടും. അപ്പോൾ അവിടെ ചെളിയാക്കി ഇവിടെ ചെളിയാക്കി അപ്പോൾ അത് കഴുകിയിടും. ഉണങ്ങി കിട്ടാൻ കുറച്ച് നാൾ പിടിക്കും കേട്ടോ. ആ കമ്പിളി പോലത്തെ ഒക്കെ ഉള്ള ഡ്രസ്സുകൾ. പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നതോട് കൂടി നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് കഴിയാനിട്ടാ. വൈകുന്നേരം എനിക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പിന്നെ വൈകുന്നേരം അവൾ വാശി പിടിച്ചു അമ്മേനെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി മനക്കുളങ്ങരയ്ക്കൊന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വന്ന് അവൾക്ക് തിരിച്ച് പനി ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് കൊടുത്ത് വേഗം കിടത്തി ഉറക്കി. പിന്നെ ബാക്കി ഭാഗങ്ങളൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. ഇപ്പം പനി വിട്ടു പോയപ്പോൾ അമ്മമ്മയുടെ കൂടെ ഒന്ന് സർക്കിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾ ആ പടി വരെ ഒന്ന് പോവും, പിന്നെ കുറച്ച് നേരം വണ്ടികൾ കാണും, ഇങ്ങോട്ട് പോരും. അത്രേ ഉള്ളൂ അവളുടെ അമ്മയുടെയും സർക്കിറ്റ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, പിന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തോളൂ. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തുട്ടാ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്തിട്ടാണ് ചെയ്തോ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരുടെ സേഫാണ്. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലും അധികം മഴയത്ത് നടക്കാണ്ടും നമ്മളെ വീട്ടിൽ സേഫായിട്ടിരിക്കുക. കൊറോണയൊക്കെയാണ്, കൊറോണയുടെ കൂടെ പിന്നെ ഈ മഴക്കെടുതികളും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ അധികം വെള്ളപ്പൊക്കം കാര്യങ്ങളൊന്നും വരാത്തൊരു സ്ഥലമാണ് കേട്ടോ. അത് കാരണം നമുക്കധികം പേടി വേണ്ട. പിന്നെ നമ്മുടെ വീട് ഇത്തിരി പഴയതായ കാരണം മഴയും കാറ്റൊക്കെ വരുമ്പോൾ ഒരു പേടിയുണ്ട്, ഇടിച്ച് പൊളിച്ച് നമ്മുടെ തലയിലേക്ക് വീഴാൻ പോകുന്ന ഒരു പേടിയുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.